അഭ്യൂഹങ്ങൾ പലതും ഈ ഘട്ടത്തിൽ ഉണ്ടാകും. പക്ഷേ ഒരു കടുവയാണ് നാട്ടിലിറങ്ങിയത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഒരു ഘട്ടത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക വരെ ജില്ലാ ഭരണകൂടം ചെയ്തിരുന്നു. കാരണം ആ 8, 9, 11 പുൽപ്പള്ളി പഞ്ചായത്തിലെ 8, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ജനങ്ങളോട് കൂട്ടം കൂടി നിൽക്കരുത് എന്നും ജാഗ്രത പാലിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന 3 തവണത്തെ സംഭവങ്ങളിലും കടുവ ആടിനെ കൊല്ലുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ഭക്ഷിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ 5 ദിവസമായി ഇരപിടിക്കാത്ത വിശന്നിരിക്കുന്ന ഒരു കടുവ എന്ന ഭീതിതമായ സാഹചര്യമാണ് പ്രദേശത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രദേശത്തുണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ കടുവ പിടിയിലായിരിക്കുന്നു. വലിയ പ്രയാസത്തിൽ ആയിരുന്നു ജനങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ഉപജീവന മാർഗങ്ങളെല്ലാം തന്നെ റദ്ദാവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവരുടെ സാധാരണ ജീവിതം താറുമാറാവുന്ന നിലയുണ്ടായിരുന്നു. വനം വകുപ്പ് തന്നെയും വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. തെർമൽ ഡിറ്റക്ടർ ക്യാമറ ഉപയോഗിച്ച്, തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് രാത്രി കാലങ്ങളിലും സാധാരണ നോർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് പകൽ സമയങ്ങളിലും അരിച്ചു പെറുക്കി തെരച്ചിൽ നടത്തിയിരുന്നു. പൂർണ്ണ സമയവും മുഴുവൻ സമയവും അവിടെ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള മയക്കുടി വിദഗ്ധ സംഘവും RRT സംഘവും തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു. കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കെണികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 5 കെണികളായിരുന്നു സ്ഥാപിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ മറ്റ് സംവിധാനങ്ങൾ, അതായത് കടുവയെ പിടികൂടാൻ വേണ്ടി കുങ്കിയാനകളെയും ഈ തെർമൽ ക്യാമറയും അതുപോലെയുള്ള ക്യാമറകളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ 32 ലൈവ് ക്യാമറകൾ അവിടെ ക്യാമറ സ്ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. അതുപോലെ 2 ലൈവ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇങ്ങനെ വലിയ സംവിധാനങ്ങളോട് കൂടി വനം വകുപ്പ് ഈ കടുവയെ ഏത് നിലക്കും പിടിക്കണമെന്നൊരുക്കി ഉറപ്പിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. രാവും പകലും അതിനുവേണ്ടി വനം വകുപ്പ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ കടുവ പിടിയിലായിരിക്കുന്നു. ജനങ്ങളുടെ ആശങ്ക അവസാനിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. കാരണം ഈ ഒരു കടുവയാണ് ഉണ്ടായിരുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കടുവയുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് ഏത് കടുവയാണ് എന്നും അതിനെത്ര പ്രായമുണ്ട് എന്നും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ വനംവകുപ്പിനുണ്ട്. അതിൽ നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ 13 വയസ്സുള്ള ആൺകടുവയാണ് ഇത് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഈ കടുവ വയനാടിന്റെ ഡിക്ഷണറിയിലുള്ള, അതായത് വയനാട് ഫോറസ്റ്റിന്റെ ഡയറക്ടറിയിലുള്ള ഒരു കടുവയല്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇത് കർണാടക വനത്തിൽ നിന്ന് വന്നതായിരിക്കുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ഈ ഒരു കടുവ തന്നെയാണ് എല്ലായിടത്തും ആക്രമണങ്ങൾ നടത്തിയത്, ആളുകൾ കണ്ടിട്ടുള്ളത്, ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് എല്ലാം ഈ ഒരു ഒറ്റ കടുവയാണ് എന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കടുവയാണ് ഉള്ളത് എന്ന് ഉറപ്പായിരുന്നു. ആ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്.